മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് പറഞ്ഞു, അയൽവാസികളോടുള്ള ബാധ്യതയെപ്പറ്റി പടച്ച റബ്ബിന്റെ വിശദീകരണവും റസൂലുള്ളാഹിന്റെ കൗലും കേട്ടപ്പം നമ്മളെ സ്വത്തിൽ അയൽവാസിക്ക് കൊടുക്കണമെന്ന് റസൂല് പറയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. നിങ്ങളെങ്ങാനും സ്ഥലം വിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ടത് നിങ്ങൾ അയൽപ്പക്കക്കാരനോടാവണം. അയൽവാസിയുടെ സ്ഥലത്തേക്ക് കാറ്റ് പോകുമെങ്കിൽ ആ കാറ്റ് തടയുന്ന മതിലുണ്ടെങ്കിൽ ആ മതിൽ നിങ്ങൾ പൊളിച്ചു കളയണം. നിങ്ങളെങ്ങാനും കറിയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പം അതിന്റെ ഗന്ധം അയൽപ്പക്കത്തേക്കുണ്ടെങ്കിൽ അവനെയും കൂടി പരിഗണിച്ചിട്ടേ നിങ്ങൾ ആ കറി പാകം ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെയാ ഇസ്ലാമിന്റെ നിലപാട്. നിങ്ങളിൽ ഏറ്റവും നല്ല മുഅ്മിനാരാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോട് റസൂൽ ചോദിച്ചു, മൻ മുസ്ലിം മൻ മുഅ്മിൻ, ആരാണ് മുസ്ലിമും മുഅ്മിനും? 5 വക്ത് നമസ്കരിക്കുന്നവനും നോമ്പ് വെൽക്കുന്നവനും സകാത്ത് കൊടുക്കുന്നവനും അല്ല. വഹ്സിൻ ഇലാ ജാരിക് ഫതകുൻ മുസ്ലിമൻ ഫതകുൻ മുഅ്മിനൻ. നിങ്ങൾ അയൽവാസികളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവർ ആരാണോ അവനാണ് മുസ്ലിം, അവനാണ് മുഅ്മിൻ. നിങ്ങളൊരു വിശ്വാസിയാണെന്ന് നിങ്ങൾ അയൽവാസി പറയണം. അപ്പൊ ഞാൻ നല്ലൊരു വിശ്വാസിയാന്ന് ആരാ പറയേണ്ടത്? നിങ്ങളല്ല. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പ്രാസംഗികനാന്ന് പറയാനുള്ള കഴിവേള്ളൂ. ഞാനൊരു നല്ല വിശ്വാസിയാണ് എന്ന് പറയേണ്ടത് എന്റെ അയൽപ്പക്കത്ത് നിൽക്കുന്ന കാക്കയാ, എന്റെ അയൽവാസിയാ. എന്റെ അയൽവാസി പറയണം, പ്രസംഗിക്കുന്നതിന് കാര്യം കിട്ടോ, ഓൻ അയൽപ്പക്കത്തുള്ള ഞങ്ങളുടെ ഒരു സമാധാനാണ്. എന്തിനു ഓടിച്ചല്ല, എന്ത് സങ്കടം കണ്ടെങ്കിലും എന്ത് ചോദിച്ചാലും, ഇനി വെള്ളമല്ലെങ്കിൽ പോലും ആ പൈപ്പ് ഇങ്ങോട്ട് ഇട്ടുതരാൻ. ഇന്നതൊന്നുമില്ല. 18 തികഞ്ഞ നമ്മളെ മകൾ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ കൂട്ടിക്കൊണ്ടുവരുമ്പം 22 വയസ്സായിട്ടും അയൽവാസിക്ക് പൈസ അല്ലാത്തതിന്റെ പേരിൽ അപ്പൻകുട്ടി അപ്പോരെ നിന്ന് കൂടെ പഠിച്ച താഴെയുള്ള അപ്പൻകുട്ടീനെ നോക്കി സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അല്ല പറയാ, പടച്ചും വെറുതെ വിടൂല ഓരോരുത്തരെ. തൊട്ടയൽപ്പക്കക്കാരൻ ഭഷ്ടിക്ക് വകയില്ലാതെ ഭക്ഷണം കിട്ടാതെ വെപ്രാളപ്പെടുമ്പം യൂട്യൂബ് നോക്കി ഭക്ഷണം ഉണ്ടാക്കി പൊരയിൽ പിറ്റേന്ന് കാടിവെള്ളത്തിലേക്ക് കളയുന്നവരാണെങ്കിൽ എന്ത് ഇസ്ലാമ മനുഷ്യരെ നമുക്ക് ലോകത്തിന് പരിചയപ്പെടുത്താനുള്ളത്? തോരാത്ത മഴയത്ത് ചോർന്നൊലിക്കുന്ന കൂരന്റെ കീഴിൽ ഓടൊന്നു മാറ്റി വാർപ്പാക്കാൻ വെപ്രാളപ്പെടുന്നവനുണ്ടാകുമ്പം, തന്റെ നിലത്തൊന്ന് ഭംഗിയാക്കുന്ന എന്തെങ്കിലും ഒരു ഷീറ്റോ ഒരു ചെറിയ ടൈലെങ്കിലും വിരിക്കാൻ വെപ്രാളപ്പെടുന്നവനുണ്ടാകുമ്പം, ലേറ്റസ്റ്റ് മോഡൽ ഗുജറാത്തി ടൈലോ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നും വന്ന മാർബിളോ കണ്ടതിന്റെ പേരിൽ വിരിച്ചത് കുത്തിപ്പൊളിച്ച് മാറ്റിയിട്ട് റിമോട്ട് കൺട്രോൾഡ് ഗേറ്റ് ഉണ്ടാക്കിയിട്ട് നാട്ടുകാരുടെയിൽ പത്രാസ് കാണിക്കുന്നവനാണെങ്കിൽ എന്ത് ഇസ്ലാമാ നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ളത്? എന്ത് ദീനാ നമുക്ക് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളത്? അതുകൊണ്ട് തിരിച്ചറിവുണ്ടാവണം. അയൽപ്പക്ക ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ